ഇല്ലടോ, ഇങ്ങനെയൊന്നും ചെയ്താൽ അതിലൊന്നും വരില്ല. അവസാനം ഞാൻ വരയ്ക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഒന്നും ഐഡിയ വരുന്നില്ല. പിന്നെ ഞാൻ വെറുതെ എന്തോ ഒരു വേവി പോലെ ലൈൻ വരച്ചു കൊടുത്തു. എന്നിട്ട് അതിനകത്ത് ബബിൾസ് കൊണ്ട് നിറച്ചു. പക്ഷേ ആ വേവി ലൈൻ ആദ്യം തൊട്ടേ വരച്ചു കൊടുക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഇതിൻ്റെ അവസാന ഔട്ട്പുട്ടും ആ വേവി ലൈനുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ ഈ ബബിൾസിന് റെലവൻസ് ഉണ്ട്. ഞാൻ അത് ലൈൻസ് വെച്ചിട്ട് എല്ലാ ബബിൾസും കണക്ട് ചെയ്ത് കൊടുത്തു. ലൈക്ക് ഒരു വേവി പോലത്തെ ലൈൻസ് വെച്ച് എല്ലാ ലൈൻസും കണക്ട് ചെയ്ത് കൊടുത്തു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ബബ്ലിങ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്പേസ് വിട്ടിട്ട് ബാക്കിയെല്ലാം ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ടാണ് ആ ഗ്ലേസിങ് പോലൊരു എഫക്റ്റ് നിൽക്കുന്നത്. അങ്ങനെ മൊത്തം ചെയ്ത് കൊടുത്ത് തീർത്തപ്പോഴത്തേന് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അവൈലബിൾ ആണ്. ഈ ഒറിവോൺ ക്രാഫ്റ്റ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കുറേ ജേണൽ ഐറ്റംസും ഇതുപോലത്തെ ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ഒത്തിരി ഐറ്റംസ് കാണാം. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. ദെൻ ഇത് നോക്കിയേ, ഇതാ ഞാൻ പറഞ്ഞത്, ബോർഡറിങ് ചെയ്യേണ്ട കാര്യമേ ഇല്ലായിരുന്നു. കാരണം ഞാൻ ആ പേജ് മൊത്തം ഡിസൈൻസ് വെച്ച് ഫിൽ ഔട്ട് ചെയ്തു. എന്നിട്ട് അതിൽ കുറേ കളറിങ് കൊടുത്തു. എല്ലാ കളേഴ്സും കൊടുത്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കളേഴ്സും, റെഡ്, ബ്ലൂ, ബ്ലാക്ക് എല്ലാം കൊടുത്തു. അങ്ങനെ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്.